ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ബാഡ് എങ്ങനെയാണ് ചാറ്റ് ജി പി ടി ആയിട്ട് വ്യത്യാസമുള്ളതെന്ന്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ബാഡിൽ എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ബാഡ് ഇതുവരെ സൈനപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. bard.google.com പോവാം. bard.google.com. അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ സൈനിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളിങ്ങനെ ട്രൈ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ഐ അഗ്രി കൊടുക്കാം, ഒരു ഓപ്ഷൻ കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇതാണ് ബാഡിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാഡിന് മാത്രമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വാർഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമെയിലായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഒരു റിക്വയർമെൻറ്റ് എന്താണോ അത് ഞാൻ ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഓരോരോ ഡീറ്റെയിൽസ് എനിക്കത് കിട്ടി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഒരു ഗൂഗിൾ ബാഡിൻ്റെ മാത്രം പ്രത്യേകത അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പോർട്ട് റെസ്പോൺസിന് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ഗൂഗിൾ ഡോക്സിലേക്ക് നമുക്കത് ഇത് ചെയ്യാം. ഉണ്ടോ, ഗൂഗിൾ ഡോക്സിലേക്ക് എനിക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം എനിക്കിതുണ്ടോ, അതെനിക്ക് ഗൂഗിൾ ഡോക്സിൽ ആ സംഭവം കിട്ടുകയും ചെയ്തു. ഓക്കെ, എനിക്ക് അത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റ് ഫയലായിട്ട് വേണമെങ്കിൽ അത് എനിക്ക് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ കണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്ക് തന്നെ ഒരാൾക്ക് ഇമെയിലായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ റൈറ്റ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തു. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ഇമെയിൽ ഇത് പ്രിപ്പയർ ചെയ്യുകയാണ്. ഗൂഗിൾ ബാഡ് എനിക്കൊരു ഇമെയിൽ പ്രിപ്പയർ ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റ് ചെയ്താവും. അതിന് ഓപ്പൺ ജിമെയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് ആ രീതിയിലേക്ക് എനിക്ക് ആ സംഭവങ്ങൾ മൊത്തം ഇവിടെ ഫില്ല് ചെയ്ത് വന്നു കണ്ടോ. അപ്പോൾ എനിക്ക് അയക്കേണ്ട ആളാരാന്ന് വെച്ചാൽ ഈ ഒരു ഇമെയിലിലേക്കാണെങ്കിൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് വ്യത്യാസങ്ങൾ വരുത്താം. ഡിയർ ഇപ്പോൾ എന്താണ് ആളുടെ പേരെന്താണ്, ഇപ്പോൾ എനിക്ക് അരുണാണെന്ന് മാറ്റം, അതുകൊണ്ട് എൻ്റെ പേരെന്താണോ അത് കൊടുക്കാം. ഓക്കെ, എന്താണ് ഇതിൽ കൊടുക്കേണ്ടത് അതെല്ലാം നമുക്കിതിൽ ഇതുപോലെ തന്നെ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു രണ്ടാമത്തെ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻസ് ഒന്നും നമ്മൾക്ക് നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ ഇല്ല. അതായത് നമ്മൾക്ക് ഇത് ഈസി ടു യൂസ് ആണ്. അത് നമുക്കൊരു ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ട് അത് എക്സ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മളിതൊരു ജിമെയിലായിട്ട് നമ്മളൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ രണ്ട് യൂസ് നമുക്ക് ഗൂഗിൾ ബാഡിൽ മാത്രമുള്ളതാണ്. അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു ഫീച്ചർ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഗൂഗിൾ ബാഡിന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. അതായത് എനിക്കിപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വാല്യൂസ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ബാഡിന് അത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് എനിക്ക് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ മൊത്തം എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ മൊത്തം എനിക്ക് സമ്മറൈസ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റും. സമ്മറൈസ് ദ വെബ്സൈറ്റ് പേജ് എന്ന് കൊടുത്താൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് എനിക്ക് സമ്മറൈസ് ചെയ്ത് തരാൻ പറ്റും കണ്ടോ. ഇപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് സമ്മറൈസ് ചെയ്ത് കിട്ടുകയും ചെയ്യും കണ്ടോ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും URL പോയിട്ട് അത് മൊത്തം വായിച്ച് നോക്കേണ്ട, ഒരു ബ്ലോഗ് മൊത്തം വായിച്ച് നോക്കേണ്ട, അല്ലാതെ തന്നെ നമ്മൾക്ക് അതിൽ പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ബാഡിൻ്റെ മാത്രം പ്രത്യേകത. നമ്മൾ ഇത് തന്നെ നമ്മുടെ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ പറ്റില്ല. ചാറ്റ് ജി പി ടിക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് അടുത്തുള്ളത് ഞാനിപ്പോൾ ക്യാൻ യു എക്സ്പ്ലെയിൻ
ഫാം ടു LLM. ഓക്കെ, ഞാൻ അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫാം ടു LLM എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ അതെനിക്ക് പറഞ്ഞു തന്നു. അതായിട്ട് എക്സ്ട്രാ ആയിട്ട് എനിക്കിപ്പോൾ എന്ത് ചെയ്യാം, റിലേറ്റഡ് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഗൂഗിളിൽ പോയിട്ട് ഫാം ടു LLM ഇത് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോറായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് സെർച്ച് ചെയ്ത് ഗൂഗിളിലേക്ക് പോകാനൊരു ഓപ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തരുന്നുണ്ട്, പാടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തരുന്നുണ്ട്. ഇത് നമ്മുടെ ChatGPT ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെനിക്ക് ഞാൻ പറയുകയാണ്, റൈറ്റ് എ ബ്ലോഗ് അബൌട്ട് റൈസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാനിതിൽ പറയുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ള ആൻസേഴ്സ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബ്ലോഗിൽ മൊത്തം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലോഗ് എനിക്ക് റൈറ്റ് ചെയ്ത് തന്നു. അത് കൂടാതെ വേറെ അഡീഷണൽ ഫീച്ചർ നമുക്ക് ഈ ഗൂഗിൾ ബാഡിൽ മാത്രമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ അതർ ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ. ഇത് നമ്മുടെ ബാഡിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് റീജനറേറ്റ് ക്ലിക്ക് ചെയ്യാതെ തന്നെ, അതായത് ഇപ്പോൾ ChatGPT നമ്മൾ ഓരോ സാധനവും എനിക്കൊരു ആൻസർ പറ്റിയില്ലെങ്കിൽ റീജനറേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എനിക്ക് ChatGPT പറഞ്ഞു തരും. അതിൻ്റെ ആവശ്യമില്ല. ഗൂഗിൾ ബാഡിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് റീജനറേറ്റ് കൊടുക്കാതെ തന്നെ എന്താണ് 2-3 ഡ്രാഫ്റ്റ് ഉടൻ തന്നെ എനിക്ക് കിട്ടി. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്പോൺസസ് എനിക്ക് ഇവിടെ കിട്ടിയെന്ന് പറയാം. അതിപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിച്ചത് വന്നു, എനിക്ക് രണ്ടാമത് വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, മൂന്നാമത്തെ വേറെയാണ്. ഇനി കൂടുതൽ വേണമെന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ എനിക്ക് ജനറേറ്റ് ചെയ്ത് 2-3 ഡ്രാഫ്റ്റുകൾ കിട്ടുകയും ചെയ്യും. ഇതും നമ്മുടെ ബാഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിൽ ഓരോ ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് വേറൊരു ഫീച്ചർ ബാഡിൻ്റെ.